നമസ്കാരം. ബേഡേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജോസേട്ടൻ്റെ ഫാമിലാണ് കേട്ടോ. അപ്പോൾ ജോസേട്ടൻ്റെ ഫാമിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാനുണ്ട്. ഇവിടെ പശു കൂടാതെ ആടുണ്ട്, വാത്തയുണ്ട്, മണിത്താറാവുണ്ട്, കുതിരകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജോസേട്ടൻ്റെ ഈ ഫാമിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ജോസേട്ടനോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ മണിത്താറാവിൻ്റെ മുട്ട കൊടുക്കുന്നുണ്ട്, നല്ല നാടൻ നെയ്കൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ജോസേട്ടാ, കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ മഴയത്ത് ഈ സൈക്കിളിൽ അല്ല മാഷ, ഈ സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാമിനകത്ത് ഏത് മുക്കിലും മൂലയിലും സൈക്കിളുമ്പോൾ പോവാം. അവൻ്റെ ടയർ കണ്ട, ആ ടയർ ഒരു സ്ഥലത്തും പതുങ്ങില്ല, സ്ലിപ്പാവില്ല. പിന്നെ നമ്മുടെ തണ്ടലിനും കൂടുതൽ പ്രശ്നങ്ങൾ വരില്ല. എപ്പോഴും ഏത് നേരത്തെ ഏത് കോണി ചെന്നാലും പിള്ളേർക്ക് എന്ത് ചെയ്യാന്, അതല്ലെങ്കിൽ പശുക്കൾക്ക് അസുഖമുണ്ടോ, ഇപ്പോൾ നമുക്ക് പോയി തീറ്റിട്ട് പോകുന്ന തൊട്ടിട്ട് കൂടെ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ശരി. ഈ കാറും കൊണ്ട് വന്നു കഴിഞ്ഞാലൊന്നും നമുക്കിങ്ങനെ എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പല ഉപകാരങ്ങളുണ്ട്. പിന്നെ എക്സസൈസ്. ബാറ്ററി ആണത്? ഇത് ബാറ്ററി. ഇത് എത്ര കിലോമീറ്റർ ഇത് പോകും? ഇത് നമുക്ക് ഒരു 40 കിലോമീറ്റർ വരെ പെട്രോൾ അനക്കി കൊടുത്താൽ പൊക്കോളും. അല്ലാണ്ട് ഓടിച്ചാൽ ഒരു 15 കിലോമീറ്റർ അത് കിട്ടും, ബാറ്ററി മാത്രമായിട്ട്. ഇതൊരു എക്സസൈസ് ബൈക്കാണ്. നമുക്ക് ആവശ്യം ഇല്ലാത്ത ഉള്ള സമയത്ത് മാത്രം നമ്മൾ ബാറ്ററി ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചവിട്ടി പോവാം. ചാലക്കുടി, ചൗക്ക, ഈ പോകാൻ സ്ഥലങ്ങളിലേക്കൊക്കെ, കൊടകര, അങ്ങനെയൊക്കെ ഈ വണ്ടിയിലെ പോവാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സസൈസായി സമയം ലാഭിക്കാം. ഞാൻ അതിന് വേണ്ടി വേറെ സമയം കണ്ടുപിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ ജോസറിനൊക്കെ വിളിച്ചപ്പോൾ ജോസറിന് ടൂറിലായിരുന്നു. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ കിട്ടി. പിന്നെ നമ്മളുടെ ഫാമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫാമിൽ ഏത് തരം പശുക്കളുണ്ട്, എന്തൊക്കെയുണ്ട് നമ്മുടെ ശരിക്കും. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. കുറേ ഐറ്റം ഉണ്ട്. ആടുണ്ട്, പശുണ്ട്, കുതിരയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കൊന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്ക് അത് കേൾക്കുമ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യും. അതാണ് ഇതിപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിലേ വിചാരിക്കാണ്ട് ഉണ്ടായ ഒരു ഫാമാണത്. ശരി. ഞാനിത് കുറേ നാൾ ഗൾഫിലേക്ക് ആയിരുന്നു, കുടുംബമൊക്കെ ആയിട്ട് അവിടെ ആയിരുന്നു. തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേരം പോണില്ല. അപ്പോൾ ഒരു പശുവിനെ ആദ്യം മേടിച്ചു. അതിനെ കറന്ന് പാൽ കുടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പിന്നെയും പോണില്ല. അപ്പോൾ ഒരു ഫാം തുടങ്ങി. പശുക്കളെ കുറച്ച് 10-16 പശുക്കളെ ഈറാട് പോയി കൊണ്ടുവന്ന്, പിന്നെ അത് 5-8 കൂടി കൂട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ വന്നിട്ട് ഒരു പോളി ഹൗസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു പോളി ഹൗസ് ചെയ്തു. പിന്നെ എക്കോപോണിക്ക്, ഹൈഡ്രോപോണിക്ക്, കുതിര, താറാവ്, ആട്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഓരോന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഫാം നിറഞ്ഞു പോയി. ഇത് അധികം സ്ഥലമുള്ള ഫാമല്ല. പിന്നെ അതിനുശേഷം ഒരു ബയോഫ്ലോക്ക് വെച്ചു. അപ്പോൾ ഈ നാട്ടുകാർക്ക് കുറച്ച് നല്ല മീൻ കൊടുക്കാം, നമുക്കും കഴിക്കാമെന്ന് വെച്ചിട്ട് വെച്ചത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഒരു 7 ആക്ക് 6 കൂടി വെച്ചിട്ട് അതിൻ്റെ സബ്സിഡി ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബയോഫ്ലോക്കിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വിഷമില്ലാത്ത മീൻ, വിഷമില്ലാത്ത പച്ചക്കറി, വിഷമില്ലാത്ത പാല്, അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ചാലക്കുടി, ചൗക്ക, പോട്ട, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ. അപ്പോൾ ഇത് നേരം പോക്കായിട്ട് തുടങ്ങിയാണെങ്കിലും ഇപ്പോൾ അത് അത്യാവശ്യം കാര്യത്തിലേക്ക് എത്തി. നമുക്ക് അത്യാവശ്യം ചിലവിനും വട്ടച്ചെലവിനുള്ള കാശൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് പോകണം. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാമെന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ട, പാല്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചില്ലറായിട്ട് കൊടുക്കില്ലേ? ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ നെയ്യ്, തൈര്, പാല്, പനീർ, ഈ 4 ഐറ്റം നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ട്. പിന്നെ എന്തെങ്കിലും വേറെ ഐറ്റങ്ങൾ ചോദിച്ചാൽ ഉണ്ടാവും. ഒരു 10-18 തരം കൊറോണയ്ക്ക് മുൻപ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 18 തരം ഐറ്റത്തോളം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ അതൊരു ബുദ്ധിമുട്ടായി വന്നു. പിന്നെ അത് തിരക്ക് കാരണം കൊണ്ട് ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഈ 3-4 ഐറ്റം കാറ്ററിംഗുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ കാലത്ത് വണ്ടി പോകുമ്പോൾ ഇതെല്ലാവരും ചോദിക്കും, വീട്ടമ്മമാർ ചോദിക്കും. അപ്പോൾ അവർക്ക് ഓർഡർ അനുസരിച്ച് കൊടുത്തു വിടും. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു ഫാം ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്, ഇതിനകത്ത് മായങ്ങൾ കാര്യങ്ങൾ ചേർക്കില്ലാന്ന്. ഞാനും പറഞ്ഞ മാതിരി മായം ചേർക്കണോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഉള്ളത് നന്നായിട്ട് കൊടുക്കുക, കിട്ടുന്ന കാശ് മേടിക്കുക. അവർ അത്യാവശ്യം നല്ല പൈസയും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്, മാന്യമായിട്ടുള്ള പൈസ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകണം. പിന്നെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ തയ്യാറാക്കണ്ടല്ലോ അല്ലേ? ഇനി കുറച്ച് കാര്യങ്ങൾ ഏതായാലും ഇപ്പോൾ ഇത്രയ്ക്ക് ആയില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഒന്ന് മുഖം മെനക്കാന്ന്. ഇതിങ്ങനെ അവിടെ ഇവിടേക്കാർ ഓരോന്ന് ഇട്ടേക്കാണല്ലോ. ഇപ്പോൾ കുട്ടികളെ വളർത്താനായിട്ട് ഒരു ഏരിയ,
കുതിരകളെ അഴിച്ചു വിടാൻ വേറൊരു ഏരിയ. അതുമാതിരി ഇവിടെ വരുന്ന പിള്ളേർക്ക് ഇതൊക്കെ ഇറങ്ങി കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു നേരം പോക്കില്ല. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടൊരു 4-5 ആയിട്ടുള്ള ഒരു കൊച്ചു മിനി പാർക്ക്, അങ്ങനെ മൊത്തത്തിൽ ഇതിനൊന്ന് കാണാനൊരു മൊഞ്ചാക്കി എടുക്കാമെന്ന് വിചാരിക്കണം. അത്രേ ഉള്ളൂ. ഒന്ന് ഓർഡർ ആക്കണം അടക്കം ചിട്ടൊക്കെ ആയിട്ട്. അതിപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ റെഡിയാവും. ഈ മഴ കാരണം കൊണ്ട് നീണ്ടു പോണതാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു ചാനലിന് ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പം എൻ്റെ പ്രേക്ഷകരോട് 1-2 വാക്ക് എന്തെങ്കിലും സംസാരിക്കാം. അപ്പോൾ രവികുമാർ മാസ്റ്റർ ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെന്തോ യാതൊരു തടസ്സമില്ല. പക്ഷേ ഇത് പല പ്രാവശ്യം പലരും വന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. എന്നിരുന്നാലും രവികുമാർ മാഷിന് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ. നല്ല കാര്യം. എല്ലാവരും നന്നാവട്ടെ. അതിൻ്റെ കൂടെ ഞാനും. താങ്ക് യു. ഇതാണ് ഈ പക്ഷിമൃഗാദികൾ സ്നേഹിച്ചാൽ അവരും ഇങ്ങോട്ടും സ്നേഹിക്കും, വിളിച്ചാൽ അവർ വിളിയേക്കും. അപ്പുറത്തൊരു 3 കുതിരയൊക്കെ ഉണ്ട്. അവരിങ്ങനെ തന്നെയാണ്. രാത്രി വന്ന് നമ്മൾ ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയും. അപ്പോൾ ജോസന് നല്ല നേരം പോകണ വരല്ലേ? ഒരു പണിയൊക്കെ കഴിഞ്ഞു. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഈ പശുക്കളുടെ ചാണകം കൊണ്ട് നമ്മളിവിടെ തട്ടും. അപ്പോൾ പകല് മുഴുക്ക ഇവർ ഇവിടെ നിന്ന് പണിയും. പണിത് ചിക്കി മാന്തി അതിനകത്തുള്ള ചോളത്തിൻ്റെ അംശമൊക്കെ അവർ തിന്നും. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം അവർ മുട്ടയും കാര്യവും അവർ കൊത്തി വിരിയും ഇവിടെ തന്നെ. അതോടൊപ്പം തന്നെ നമുക്ക് ചാണം ഉണങ്ങി കിട്ടും. ഇപ്പോൾ അവരെ പണി നിർത്തി 5 മണി കഴിഞ്ഞാൽ അവർ പണി നിർത്തി. എല്ലാവരും ആ കൂടുതലുള്ളതുണ്ട്. അതേണ്ട ഓരോരുത്തർ ഒച്ച കേട്ടപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. ഇതുകൊണ്ട ഈ സുന്ദരകുട്ടൻ എപ്പോഴും ചിരിച്ചിട്ടേ നിൽക്കുള്ളൂ. രാജ ഇവനാണ് നമ്മുടെ രാജാതിരാജൻ. പേര് രാജ. അവൻ കാട്ടിയാവാടിയും മറ്റേ റേസിംഗ് കുതിരയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഈ ആദ്യ കുതിരകൾ വളരെ കുറവാണ്. ഇത് മിൽക്കി വൈറ്റ് കുതിരയാണിത്. ഇതിന് എല്ലാ ലക്ഷണവും ഉണ്ട്. ഇവൻ്റെ 62 ഇഞ്ച് ഹൈറ്റ് തുടങ്ങിയിട്ട് എല്ലാ ചുഴികളൊക്കെ ഉള്ളൊരു കുതിരയാണ് അവൻ. നല്ല ഇണക്കാണ്. നമ്മൾ ഈ പരിപാടികൾക്ക് കൊണ്ടുപോയി ഇവന് മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരും മുഴുക്കെ ഇവരുടെ കൂടെ ഉണ്ടാവും. ഇവനൊന്ന് കുളിപ്പിക്കേണ്ട ദിവസമാണ്. അപ്പോഴേക്കും ക്രയോക്കാനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുളിപ്പിക്കുന്ന ഞങ്ങൾ അവരുടെ കൂടെ പോയി. ടാറ്റാ. അപ്പോൾ ഉണന്ന് നോക്കാണ്. ഇതാണ് നമ്മുടെ ഭാഷയും പിന്നെ റാണി. ഇവർ 2 പേരും മിയ ബീവികളാണ്. ഒരുമിച്ച് കിടക്കുള്ളൂ, ഒരുമിച്ച് ഉറങ്ങുള്ളൂ, ഒരുമിച്ച് ഉണ്ണുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് പകർത്തിയല്ലോ. അത് എന്താണ് സാധനം? അത് സെമനാണ്. സെമൻ പശുവിനെ കുത്തി വെക്കണം. പശുവിനെ കുത്തി വയ്ക്കുന്നത്. അത് നമുക്ക് ഏത് തരം പശുവിനും നമുക്ക് കുത്തി വയ്ക്കാൻ പറ്റും. അത് HF, JC, സഹിവാള്, അങ്ങനത്തെ ഗീറ്, കൊങ്കന്നൂർ അങ്ങനത്തെ പശുക്കളാണ്, നീച്ചങ്ങളാണ്. അതെ, ശരി. ഫാമൊന്നും മിനിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവരെ ഇപ്പോൾ 2 ദിവസമായുള്ള ഓടിക്കാൻ മാറ്റിയിട്ട് നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോയി പശുവിനൊക്കെ മേടിച്ചിട്ട് വരുന്ന സമയത്ത് 1 ലക്ഷം രൂപ മുകളിൽ കൊടുക്കണം. അതിലൊക്കെ നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കിയെടുത്താൽ നന്നായിട്ട് പാൽ കൊടുത്താലും നമുക്ക് ഒരു 10-60,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 70,000 രൂപയ്ക്ക് ചിലവുകൾ തീരും ചെയ്യും. നല്ല 1-ാം തരം പശുവിന് കിട്ടും, കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ മതി. അപ്പോൾ ഇനി ഇവരെ ഇവിടെ അഴിച്ചിടും, കുതിരകളെ ഇവിടെ അഴിച്ചിടും. അങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വരണം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ മുഴുവനാവാത്ത. ഈ മഴക്കാലമായിട്ട് പണി നീങ്ങാനില്ല. ഈ നായ്ക്കുട്ടി പുലിയാണ് കേട്ടോ. ഈ ഫാമിലിക്ക് കിടക്കണമെങ്കിൽ ഇവൻ്റെ അനുവാദം വേണം.